എനിക്ക് തോന്നുന്നു ഏകദേശം ഞങ്ങളൊരു 100 തോക്കോളം തന്നെ അതിൽ നമ്മൾ ഉപയോഗിച്ചു. ഗ്യാസ് സിലിണ്ടർ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഘടകമാണല്ലോ. അപ്പോൾ അത് ശരിക്കും റിയലും ഉണ്ടായിരുന്നു, ഫേക്കും ഉണ്ടായിരുന്നു. കിച്ചൺ അതാണ് ഞങ്ങൾ ആർട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിനകത്ത് ഇപ്പോൾ ലൈറ്ററിൽ കത്തിക്കുന്ന ഫയർ മാത്രമാണ് ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. ബറൂസ് എന്ന് പറഞ്ഞ മൂവിയിലാണ് ആദ്യമായിട്ട് ഞാൻ ജോയിൻ ചെയ്തത്. അതൊക്കെ ശരിക്കും ഒരു ഗംഭീര ഡയറക്ടർ തന്നെയാണ്. കുറേ പേര് ഇപ്പം ലിയോയുടെ ഇത് ഫാക്ടറി ആയിട്ട് ഏകദേശം ഒരേ ടെറൈനിൽ ഒരേ കളർ. ഈ ക്ലൈമാക്സ് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഇത് ഇവിടെ കൊണ്ട് നിൽക്കുന്ന കാര്യമല്ല. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. മാർക്കോ കണ്ട ഏവരും അപ്രീഷിയേറ്റ് ചെയ്തൊരു ഘടകമാണ് അതിൻ്റെ ഒരു ഡിസൈനും അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ വാല്യൂ ഒക്കെ. അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്ക് ആർട്ട് ഡയറക്ടറായിട്ടുള്ള പ്രൊഡക്ഷൻ ഡിസൈനറായിട്ടുള്ള സുനിൽ ദാസ് ഉണ്ട്. സോ നമസ്കാരം. നമസ്കാരം. ഈ പുറത്തുനിന്ന് കിട്ടുന്ന അപ്രിസിയേഷൻസ് ഒക്കെ എന്തോരം ഉണ്ട് ഈ റിലീസ് കഴിഞ്ഞിട്ട്? കാരണം ഈ തമിഴ്നാട്ടിൽ റിലീസ് ചെയ്തു, കർണാടക അല്ലെങ്കിൽ ഹിന്ദിയിലൊക്കെ റിലീസ് ചെയ്ത് ഭയങ്കര അധികം റെസ്പോൺസ് കേരളത്തിന് പുറത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ എങ്ങനെ ഈ പ്രൊഡക്ഷൻ വാല്യൂവിനെ കുറിച്ച് സിനിമയുടെ കിട്ടിയ ഒരു നല്ല മെസ്സേജ്? തീർച്ചയായിട്ടും ഇപ്പോൾ വളരെ സക്സസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് മാർക്കോ. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമുക്ക് ഒരുപാട് നല്ല അപ്രിസിയേഷൻസ് ഉണ്ടായിരുന്നു മാർക്കോയെ കുറിച്ചിട്ട്. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ മാർക്കോ ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഈ ഒരു ചാനലിലുള്ള ഒരു എക്സ്പെരിമെൻ്റ് തന്നെയായിരുന്നു ഹനീഫ് ആൻഡ് ടീം. പിന്നെ അതിപ്പോൾ പുറത്തു പോയി, സൗത്ത് ഇന്ത്യ കടന്നിട്ട് ഇപ്പോൾ നോർത്തിൽ പോയിട്ടും ഇപ്പോൾ നോർത്തിൽ പോകുമ്പോൾ നമ്മളുടെ മാതിരി ഒരു ഇവിടുത്തെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കേരളം എന്ന് പറഞ്ഞാൽ മലയാളം ലാംഗ്വേജ്, തമിഴാകുമ്പോൾ തമിഴ്നാട്, അങ്ങനെ ഒരു 3 ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഉണ്ട് നമുക്ക് ഇപ്പോൾ സൗത്തിൽ വരുമ്പോൾ, കന്നഡ, തെലുങ്ക് ഒക്കെ. പക്ഷെ നോർത്തിൽ കയറിയപ്പോൾ ഉള്ളൊരു ഇതെന്താണെങ്കിൽ ഹിന്ദി എന്നുള്ള ഒറ്റ ലാംഗ്വേജും ഇപ്പോൾ 5-6 സ്റ്റേറ്റിൽ തന്നെ മാർക്കോ നന്നായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നു, നല്ല റിവ്യൂസുകൾ കാണുന്നു. നമ്മളുടെ ഇപ്പോൾ ചില സുഹൃത്തുക്കൾ തന്നെയുണ്ട്, ഇപ്പോൾ പുറത്തുള്ള ആൾക്കാരുണ്ട്, അതായത് ഇപ്പോൾ അഹമ്മദാബാദ് ഉണ്ട്, ബോംബെ, അങ്ങനെയുള്ള സുഹൃത്തുക്കളുണ്ട്. അവർക്കൊക്കെ അറിയാം ഞാൻ മാർക്കോ എന്നുള്ള മൂവിയുടെ ആർട്ട് ഡയറക്ടറാണ്, പ്രൊഡക്ഷൻ ഡിസൈനറാണെന്നുള്ളത് അറിയാം. അപ്പോൾ അതിന് ശേഷം അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അഡ്വർടൈസിങ് ഏരിയയിലുള്ള ആൾക്കാർ, സിനിമ ഞങ്ങൾ ബറൂസിൽ ഞങ്ങൾക്ക് കുറേ പുറത്തുനിന്നുള്ള പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആൾക്കാർ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോൾ വിളിച്ചിട്ട് നല്ലൊരു അഭിപ്രായം പറയുന്നുണ്ട്. 2 സിനിമയ്ക്കും, ബറൂസിനും മാർക്കോനും 2 സിനിമയ്ക്കും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. ശരിക്കും ഈ മാർക്കോ ആണ് ടെക്നിക്കലി ഫസ്റ്റ് സിനിമ ആസ് എ പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറയല്ലേ? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആദ്യത്തെ സിനിമ മാർക്കോ ആണ്. ഞാൻ അതിനു മുമ്പ് ബറൂസാണ് ഞാൻ ജോയിൻ ചെയ്തത് സിനിമയിലേക്ക്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിലായിരുന്നു ആർട്ട് പഠിച്ചിരുന്നത്. അതിനുശേഷം എൻ്റെ എക്സ്പീരിയൻസ് അഡ്വർടൈസിങ് ഏജൻസികളിലായിരുന്നു. അത് ഇന്ത്യയിലും പുറത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീഡിയ സെയിം തന്നെയാണ്. പിന്നെ സിനിമയിൽ വരുമ്പോൾ സിനിമ കുറച്ചും കൂടി ലാർജ് ക്യാൻവാസാണ്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്, അതിൻ്റെ ഒരു പ്രാക്ടീസ് വേറെ തന്നെ. എന്നാലും വന്ന് ജോയിൻ ചെയ്തപ്പോൾ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലായിരുന്നു. ബിക്കോസ് ഇതൊക്കെ തന്നെയാണ് നമ്മൾ ആഡ്സിലും ചെയ്തിരുന്നത്. അത് ബറൂസ് എന്ന് പറഞ്ഞ മൂവിയിലാണ് ആദ്യമായിട്ട് ഞാൻ ജോയിൻ ചെയ്തത്. പിന്നെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ ലെജൻസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്. തുടക്കം തന്നെ ഈ 2 വ്യത്യസ്ത ധ്രുവങ്ങളിലാണ്, വ്യത്യസ്ത ക്രൂ ആണ്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയിലെ ന്യൂ ഫേസിന് തന്നിട്ടുള്ള ഒരു ഭയങ്കര ഒരു പ്രഷർ ഉണ്ടാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യമൊക്കെ. ബറൂസും മാർക്കോയും ഒരേ സമയമൊക്കെ നിൽക്കാന്നൊക്കെ പറയുമ്പോഴത്തേക്കും. അല്ല, ബറൂസ് കഴിഞ്ഞിട്ടാണ് ബറൂസ് കഴിഞ്ഞിട്ട് കുറച്ച് വേറെ സിനിമകളിൽ എൻ്റെ ചീഫ് അസോസിയേറ്റ് ആർട്ട് ഡയറക്ടറായിരുന്നു ഞാൻ ബറൂസിലെ. ബറൂസിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയുള്ള സിനിമകളിലൊന്നും എനിക്ക് അത്രയ്ക്ക് വലിയൊരു ബുദ്ധിമുട്ട് തോന്നിയില്ല. അതായത് അത്രയധികം സെറ്റുകളും അതിൻ്റെ എക്സിക്യൂഷനായിരുന്നു കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്.
അതൊക്കെ അത് ഇത്രയധികം പിന്നെ അത് മാത്രമല്ല ചില സമയങ്ങളിലൊക്കെ 200, 250, 400 പേര് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിന് ശേഷം വന്നിട്ടുള്ള സിനിമകൾ എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഈവൻ ഇപ്പോൾ മാർക്കോല് ഇൻഡിപെൻഡൻ്റ് ആവുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള കുറച്ച് എന്താണെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് കൂടുതലാണ്. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ അതിൻ്റെ നമ്മുടെ ഡിസിഷൻ ആണല്ലോ ഉറപ്പായിട്ടും നമുക്ക് അതിൻ്റെ ഒരു വേറൊരു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസിഷൻ എടുക്കാം. നമുക്ക് അതിൻ്റെ ഒരു ഫ്രീഡം ഉണ്ട്. നമ്മളുടെ ഐഡിയാസ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് സ്വാതന്ത്ര്യം കൂടുതലാണ് അതിൻ്റെ ഒരു. അപ്പം അത് അങ്ങനെയാണ് മാർക്കോ എനിക്ക് അതുവരെ ഞാൻ ബറോസ് തൊട്ട് മാർക്കോ വരെ എത്തിയത്. പിന്നെ മാർക്കോല് എന്നെ ഇൻവൈറ്റ് ചെയ്ത് ഹനീഫ് തന്നെയാണ്. അല്ല ഇപ്പോൾ ശരിക്കും ഞാൻ കടന്നു പോയി അല്ലല്ല. ഇപ്പൊ പൊതുവെ നമ്മൾ ആഡ് ഫിലിംസിനെ പറ്റിയിട്ട് നമ്മൾ കേൾക്കുമ്പോഴേ കുറച്ചുകൂടെ ഭയങ്കര ഹൈ പ്രൊഡക്ഷൻ വാല്യൂസ് ആണല്ലോ പൊതുവെ ആഡിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക കമ്പനികൾ. കാരണം അതിനെ എത്രത്തോളം കളർഫുൾ ആക്കുക, കാണുമ്പോൾ തന്നെ കളറായിരിക്കണം എല്ലായിടത്തും എന്നുള്ളൊരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ. ഇപ്പൊ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നെക്സ്റ്റ് ലെവൽ ഓഫ് ഇതുണ്ടല്ലോ സ്റ്റോറി ടെല്ലിങ്ങിൽ, അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് ആക്ടേഴ്സിന്റെ പെർഫോമൻസിനടക്കം ആർട്ടിന് ഭയങ്കര വാല്യൂ ഉണ്ട്. ശരിക്കും ഈ രണ്ടിലും വർക്ക് ചെയ്തപ്പോൾ ഉള്ളൊരു പ്രധാന വ്യത്യാസം ഫീൽ ചെയ്തു ശരിക്കും എങ്ങനെ? ഉറപ്പായിട്ടും വ്യത്യാസം ഒരുപാടുണ്ട്. അതായത് ഇപ്പോൾ ആഡ് നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫൈൻ ആർട്സ് ഒക്കെ കഴിഞ്ഞിട്ട് പോർട്രേറ്റ് പെയിൻറ്റിങ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പ്രിന്റ് മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫോട്ടോഷോപ്പിൽ റീടച്ചിങ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ എല്ലാ മേഖലയിൽ കൂടിയും പോയിട്ടുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഭയങ്കര വലിയൊരു ഡിഫറൻസ് നമുക്ക് തോന്നുന്നില്ല. ആഡ്സിൽ പോലും നമ്മൾക്ക് പല രീതിയിലുള്ള ആഡുകളുണ്ട്, മനസ്സിലായി. ഇപ്പോൾ ഒരു ഇത്തിസ്ലാത്ത് പോലെയുള്ള ഒരു ഇതിനുള്ള ആഡുകളുടെ സ്വഭാവമായിരിക്കില്ല ഏതെങ്കിലും വേറെ ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റിൻ്റെ ഒരു അതിൻ്റെ ഒരു ഡിസൈനിങ് സ്വഭാവമായിരിക്കില്ല. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള കാരണം. പക്ഷേ ബറൂസ് എന്ന് പറഞ്ഞ സിനിമയിലെത്തിയപ്പോൾ ഇതിൻ്റെ ഒരു ടോട്ടൽ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വന്നപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. ബിക്കോസ് ഇതൊക്കെ പിന്നെ ആഡ് ഫിലിം ഒക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 360 രീതിയിലൊന്നും ആയിരിക്കില്ല നമ്മളൊരു സെറ്റ് ഡിസൈൻ ചെയ്യുക. അത് അങ്ങനെ ആയിരിക്കും. ഒരു സെറ്റിനകത്ത് തന്നെ അങ്ങനെയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ വലിയ രീതിയിലും ചെയ്യുന്ന ഉണ്ട്. ഒരു ഫ്ലോറിനകത്ത് തന്നെ 3 പോർഷൻസ് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ സിനിമയിലും ആവശ്യം തന്നെയാണ് ശരിക്കും. എല്ലാ സിനിമകളിലും നമുക്ക് എല്ലാ സിനിമകളിലും അല്ല, സിനിമകളിൽ എല്ലാ സമയത്തും നമ്മളൊരു 360 ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം മാർക്കോലൊക്കെ ഞങ്ങളത് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ചില പോർഷൻസിലൊക്കെ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ഇത് നമുക്ക് തോന്നും അതൊരു വലിയൊരു വീടിൻ്റെ ഒരു പോർഷൻ, മീൻസ് അത്രയും ആണ്, അതിൻ്റെ പിന്നിലൊരു വീടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറൊരു സംഭവം ഉണ്ടെന്ന് തോന്നിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വളരെ ലിമിറ്റ് ചെയ്തിട്ട് ചില സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ സിനിമയിൽ നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്താണെങ്കിൽ അതിൻ്റെ ഒരു ബഡ്ജറ്റിനെയൊക്കെ നമുക്ക് കുറേ ഗുണം ചെയ്യും. ഈ ശരിക്കും മാർക്കോയിൽ കുറച്ചധികം സീക്വൻസുകൾക്ക് ഇപ്പോൾ ടുവേർഡ്സ് ക്ലൈമാക്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഉണ്ണിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഫൈറ്റ് ഇപ്പോൾ ഗോഡൗണുള്ള അതിനൊക്കെ തന്നൊരു മുമ്പത്തെ ഒരു റെഫറൻസ് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു അതിനകത്ത്. ഇപ്പോൾ വീടിനൊക്കെ ആണെങ്കിലും ഇത് ഞാനിപ്പോൾ ആർട്ടിൽ ഹനീഫിന് സ്ക്രിപ്റ്റ് കേട്ടതിന് ശേഷം ഹനീഫ ആണ് ബ്രീഫ് ചെയ്തത് ആദ്യം. സ്ക്രിപ്റ്റ് തന്നെ സംസാരിച്ച് സ്ക്രിപ്റ്റ് ആയിട്ടല്ലെങ്കിൽ പോലും കഥയായിട്ട് നമ്മളോട് പറഞ്ഞു. അപ്പോൾ ഈ ആൾ ബ്രീഫ് ചെയ്ത് തന്നെ ആൾക്കൊരു വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു അതായിരിക്കും നമ്മളുടെ സിനിമ. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് സ്റ്റൈലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഫർദർ വരുന്ന ഓരോ കാര്യങ്ങൾ പോലും നമ്മൾ ആ സമയത്ത് ഇങ്ങനെ ഇംപ്രവൈസ് ചെയ്ത് കൊണ്ടുവരണം. പക്ഷേ ഞങ്ങൾ ഒരു പ്രീ പ്രൊഡക്ഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ എൻ്റെ ഒരു മൂഡ് ബോർഡ് ആർട്ട് ഞങ്ങൾ ഇങ്ങനെയായിരിക്കും ചെയ്യുക, ഈ ഒരു
കളറായിരിക്കും ഉപയോഗിക്കുക. അങ്ങനെ ഒരു കളർ പാലറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ക്ലൈമാക്സിൻ്റെ ഇങ്ങനെയായിരിക്കും ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു മൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള റെഫറൻസുകളും അത് ഞങ്ങൾ ഇല്ലസ്ട്രേഷനായിട്ടും പിന്നെ നമ്മൾ ഇമേജസ് ആയിട്ടും നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൊത്തം. ആ മൂഡ് ബോർഡിലത്തെ ഏകദേശം ഒക്കെയാണ് ഒരു 75% തന്നെയാണ് ഇപ്പോൾ കാണുന്ന മാർക്കോ എന്ന സിനിമ. അതിലും ഈ ചില സംഭവങ്ങളുണ്ടല്ലോ, ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അതിനകത്ത് ഇപ്പോൾ ലൈറ്ററിൽ കത്തിക്കുന്ന ഫയർ മാത്രമാണ് ഏറ്റവും ബ്രൈറ്റ് ആയിട്ട് നിൽക്കുക. അപ്പൊ ബാക്കിയെല്ലാം കുറച്ചുകൂടി ഒരു ഭയങ്കര കട്ട് ഡൗൺ ഷെയ്ഡുകളിലാണ്. അതൊക്കെ ഇലസ്ട്രേഷനിൽ കട്ട് ഡൗൺ ഷെയ്ഡ് ആയിരുന്നു. നമ്മൾ കൊടുത്തിട്ടുള്ള റെഫറൻസുകളൊക്കെ അങ്ങനെ തന്നെയാണ്. റെഫറൻസ് അല്ല, എൻ്റെ മൂഡ് ബോർഡ്, ഞാൻ തയ്യാറാക്കിയിട്ടുള്ള എൻ്റെ മൂഡ് ബോർഡ്. പിന്നെ ടോട്ടൽ നമ്മളുടെ സിനിമയുടെ ഒരു മൂഡ് തന്നെ ഒരു എൻ്റെ ഒരു ആർട്ട് എന്നുള്ള രീതിയിലൊരു നിയോനോയർ സ്റ്റൈൽ എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്തത്. അതിൽ DOPയുടെ ചില സജഷൻസ് ഉണ്ട്. DOP തന്നെയാണ് അൾട്ടിമേറ്റ്. ഒരു ആർട്ട് ചെയ്താൽ തന്നെ എന്തൊക്കെ ചെയ്താൽ തന്നെ അതിൽ ആളുടെ സജഷൻസ് വളരെ കൂടുതൽ നമുക്ക് മാർക്കോലി ചെയ്യേണ്ടി വന്നിട്ടില്ല. കാരണം എന്താണെങ്കിൽ അദ്ദേഹത്തിനും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു, ഇങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ. ചില മൈനറായിട്ടുള്ള ചില കറക്ഷൻസ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു മൂഡിലേക്ക് നമ്മളുടെ റിസൾട്ട് ഫൈനൽ ഔട്ട് ഇങ്ങനെ വരാനുള്ള കാരണം അത് തന്നെ. ഈ ഉണ്ടാക്കേണ്ടി വന്ന സാധനങ്ങൾ എന്തൊക്കെയാ? ഇപ്പൊ തോക്ക് അല്ലെങ്കിൽ ശരിക്കും മറ്റേ ആക്സോ ബ്ലേഡ് പോലത്തെ മറ്റേ വുഡ് കട്ടർ, അതൊക്കെ ശരിക്കും ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. അത് രണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മള് അത് ഒറിജിനലും യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒറിജിനൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഉണ്ണിയൊക്കെ അത് കട്ട് ചെയ്യാൻ കൊണ്ട് നടന്നിരുന്ന ഒറിജിനൽ തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞത് കട്ട് ചെയ്തു എന്നല്ല കേട്ടോ. അതിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടിയിട്ട് ആള് ഉപയോഗിച്ചിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ ഡമ്മിയും നമ്മൾ അതേപോലെ എക്സാക്റ്റ് അതുപോലെ തന്നെ ഉപയോഗിച്ചിരുന്നു. രണ്ടും നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ഒരുപാട് വെപ്പൺസ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്പെഷ്യലി മാർക്കോ ഡിസൈൻ വെപ്പൺസ് ഉണ്ടോ? ഏതിലെ മാർക്കോയിൽ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള തന്നെയാണ്. അതിലത്തെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള. ഈവൻ അതിലത്തെ തോക്കുകൾ പോലും നമ്മൾ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു പുറമെ അതായത് എനിക്ക് തോന്നുന്നു ഏകദേശം ഞങ്ങളൊരു 100 തോക്കോളം തന്നെ അതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ശരിക്കും. അത് ആ ക്ലൈമാക്സ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം. ഇങ്ങനെ എന്തോ ഒരു പൊട്ടിച്ച് ഇടുമ്പോ അങ്ങനെ ഫുള്ള് വെപ്പൺസ് തന്നെയാണ്. അത് മെറ്റീരിയൽ അപ്പൊ കുറച്ചുകൂടെ ലൈവ് വെയിറ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഉണ്ടാക്കിയിട്ടുള്ളതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ഒക്കെ കുറച്ച് കൺട്രോൾ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ ഹയർ ചെയ്യണതൊക്കെ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വെപ്പൺ തന്നെയാണ്. അതിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അതില് അപ്പം അതൊക്കെ നമ്മുടെ സിനിമയിൽ അതൊക്കെ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കൂടുതലും. അങ്ങനെ കൂടുതൽ ഡമ്മിയൊന്നും ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു, നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഈ ശരിക്കും ഈ ടുവേർഡ്സ് എൻഡിലേക്ക് ഇപ്പൊ ക്ലൈമാക്സിലേക്കൊക്കെ വന്നാലും ഇപ്പൊ ഫാക്ടറി ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണല്ലോ. ശരിക്കും അതൊരു റോ ഫാക്ടറി ആയിരുന്നു, ഒരു ഗോഡൗൺ നിങ്ങൾ സെറ്റ് ചെയ്തെടുത്തതായിരുന്നു. അവിടെ നടക്കുന്ന കുറച്ച് ഇവന്റ്സുകൾ ഉണ്ടല്ലോ, ഇപ്പൊ ആക്ഷൻ റിലേറ്റഡ് അല്ലെങ്കിൽ ബോക്സിംഗ് റിലേറ്റഡ് ഒക്കെ, അതൊക്കെ നിങ്ങൾ എങ്ങനെ ചെയ്തെടുത്തപ്പോ? ഫാക്ടറി 2 ഫാക്ടറിയാണ് കാണിക്കുന്നത്. ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈമാക്സിലുള്ള ഫാക്ടറി, 2 ഒരു ഇല്ലീഗൽ ഫൈറ്റ് നടക്കുന്ന, അതായത് ഫസ്റ്റ് മർഡർ ഒക്കെ വരുന്ന ഒരു ഫാക്ടറിയുടെ ഫസ്റ്റ് മർഡർ ആ ഒരു ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇല്ലീഗൽ ഒരു കിക്ക് ബോക്സിങ് നടക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ സ്ക്രിപ്റ്റ് വെച്ചിട്ട് അതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് എനിക്ക് ഈ സിനിമ ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹനീഫ ദനി എല്ലാവിധ ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. അതൊരു ട്രസ്റ്റ് തന്നെയാണ് ശരിക്കും. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ മുമ്പേ തന്നെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്രസൻറ്റ് ചെയ്തിരുന്നു, ആളുടെ ഒരു ഐഡിയ നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഐഡിയ ഞാൻ അദ്ദേഹത്തിനോടും പറയാം. അങ്ങനത്തെ ഞങ്ങൾ അങ്ങനത്തെ ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് ഉള്ള ഒരു ഡിസൈൻ തന്നെയായിരുന്നു ആ ഫാക്ടറിക്ക് അകത്തുള്ള ഒരു ഇല്ലീഗൽ ഒരു ഇത്. അത് സാധാരണ നമ്മളുടെ ഒരു സ്റ്റൈലിൽ നിന്ന് വിട്ടിട്ട് കുറച്ചൊരു വ്യത്യാസമാക്കണം. ബോളിവുഡ് കൈൻഡ് ഓഫ് അത് മൊത്തം നമ്മൾ ഈ സിനിമയിൽ വേണം എന്നുള്ളൊരു നിർബന്ധം ഹനീഫിന് ഉണ്ടായിരുന്നു. അങ്ങനെ വേണം എന്നുള്ളത്. അത് എന്നോട്ട് നമ്മളുടെ ഒരു ലോജിക്ക് വേണം. പിന്നെ വല്ലാണ്ട് നമ്മളുടെ അവിടെ നിന്ന് പോകാനും പാടില്ല.
അതിൽ ആർട്ട് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതിന് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഈവൻ കോസ്റ്റ്യൂം തന്നെയാണ്. ഇപ്പം നമ്മളൊരു നോർമൽ കാണുന്ന ഒരു കോസ്റ്റ്യൂം സ്റ്റൈലല്ല ആയിരുന്നത് അതിൽ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മേക്കപ്പിൻ്റെ സൈഡിൽ ഉണ്ടായിരുന്ന അതും അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതിൻ്റെ ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഫൈനൽ ഔട്ട് ചന്ദ്രു ശെൽവരാജും DOP അദ്ദേഹം അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കളേഴ്സൊക്കെ കണ്ടറിയാം, ലൈറ്റുകളൊക്കെ അതുപോലത്തെ കളേഴ്സൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഫാക്ടറിയിലത്തെ നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ആ ഫാക്ടറിയിലുള്ള ഒന്ന് ആ കേജിൻ്റെ ഇത്, പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ബാറ്, പിന്നെ ടോട്ടൽ അതിൻ്റെ ഒരു മൂഡ്, അതൊന്നും ശരിക്ക് നമ്മളുടെ ഒരു രീതിയിൽ ആയിരുന്നില്ല. അതിൽ ഉപയോഗിച്ചിരുന്ന ഒരു പോസ്റ്റേഴ്സൊക്കെ ഞങ്ങളൊരു വിൻറ്റേജ് രീതിയിലുള്ള പോസ്റ്റേഴ്സ്, ആ ഒരു രീതി തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഫൈറ്റുകൾ, ഇല്ലീഗൽ ഫൈറ്റ്സ് ഒക്കെ നടക്കുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹനീഫ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനത്തെ ഒരു ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ലോജിക്കിലേക്കൊന്നും പോകണ്ട, മനസ്സിലായ? അതൊന്നല്ല നമ്മുടെ ആവശ്യം. നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസിന് എന്ന് പറഞ്ഞാൽ ഇത് വേണം എന്നുള്ളത് തന്നെയായിരുന്നു. അത് ഞങ്ങൾ മുമ്പേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് അവിടെ നിന്നാണ് തുടങ്ങിയത്. അപ്പോൾ അത് കാരണം അത്ര ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഇത്തരം മൂഡിലേക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലൈമാക്സിനും അങ്ങനെ ഉണ്ടായിരുന്നു വേറൊരു ക്ലൈമാക്സ് ശരിക്ക്, കാരണം ക്ലൈമാക്സ് വന്നു കഴിഞ്ഞിട്ട് ഇപ്പം കുറെ പേര് ഇപ്പം ലിയോയുടെ ഇത് ഫാക്ടറി ആയിട്ട് ഏകദേശം ഒരേ ടെറൈനിൽ ഒരേ കളർ മൂഡിൽ വരുന്ന ഒരു സംഭവം. അപ്പം ഈ സമീപകാലത്ത് വന്നതുകൊണ്ട് അത് അത്ര ലിയോന്റെ ഒരു മൂഡല്ല ശരിക്ക്. കാരണം എന്താണെങ്കിൽ നമ്മളുടെ സിനിമയിൽ അതൊരു കെമിക്കൽ ഫാക്ടറിയാണ് ശരിക്കും. അത് നമുക്ക് കൃത്യമായിട്ട് നമ്മളുടെ ഇതിലറിയാൻ പറ്റും. നമ്മളത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലത്തുള്ള ഒരു 20 വർഷമായിട്ട് അടഞ്ഞെടുക്കുന്ന ഒരു ഫാക്ടറിയാണ്. അതിനകത്ത് നമ്മൾ ചെല്ലുമ്പോൾ ഉള്ളത് എങ്ങനെയാണെങ്കിൽ ഒരു സ്ക്രാപ്പുകൾ മാത്രമാണ് ശരിക്കും, വെറും സ്ക്രാപ്പ്, മിഷനറിയുടെ സ്ക്രാപ്പ് മാത്രം. അതിനകത്ത് ഞാൻ ഒരു ക്രെയിൻ ഉണ്ട്, ഒരു ക്രെയിൻ. ആ ക്രെയിൻ മാത്രമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്തു വെച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ളൂ. അത് അവിടെ തന്നെ അതും ഒരു ഇതുപോലെ കിടക്കുന്നുണ്ടായിരുന്ന സ്ക്രാപ്പ് പോലെ. അത് ഞാൻ അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്ന് വെച്ച് ബാക്കിയൊക്കെ നമ്മൾ മേക്ക് ചെയ്തത് നമ്മുടെ സിനിമയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ. പിന്നെ ലിയോ ആയിട്ടൊരു സാദൃശ്യം വരാൻ സാധ്യതയുള്ളത് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിൽ, അതിൽ ഞാനൊരു ഒരു പർട്ടിക്കുലർ ഒരു 20 ഫീറ്റ് ഹൈറ്റിലുള്ള ഒരു ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റെയർ കേസും അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ഒരു ഇത്, അത് മനഃപൂർവ്വം ചെയ്ത് തന്നെയാണ്. കാരണം എന്താണെങ്കിൽ അത് ഇപ്പോൾ ഈ പേഴ്സ്പെക്റ്റീവിലൊക്കെ ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിൽ, അത് മീൻസ് ഒരു ലെവലിൽ തന്നെ നിന്നിട്ടുള്ള ഒരു ഫൈറ്റും കുറച്ച് അപ്പിലൊക്കെ നിന്നിട്ടുള്ളതിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ തോന്നിക്കും. അത് ആ ഫൈറ്റിൽ തന്നെ അതൊരു ഫീൽ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഈ പിന്നെ ശരിക്കും വേറെ എന്താ ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു? ഇപ്പൊ ഗ്യാസ് സിലിണ്ടർ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ഘടകമാണ്. അപ്പൊ അത് ശരിക്കും റിയലും ഉണ്ടായിരുന്നു, ഫേക്കും ഉണ്ടായിരുന്നു? രണ്ടും ഉണ്ട്. ഇതിപ്പം നമ്മളിത്തരം സാധനങ്ങളൊക്കെ ചെയ്യണത് സിനിമയ്ക്ക് ഇതൊക്കെ ഭയങ്കര അത്യാവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ സിനിമകളിലും നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ശരിക്കും. രണ്ടും പ്രത്യേകിച്ച് ഫൈറ്റ് സീനുകളിലൊക്കെ നമുക്കൊരിക്കലും ഒരു ഗ്യാസും കുറ്റി എടുത്തിട്ട് ഒരാളെ അടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരെണ്ണം ഡമ്മി പർട്ടിക്കുലർ ഇത്ര വെയിറ്റിൽ, അല്ലെങ്കിൽ എന്നോട്ട് ലുക്ക് ആൻഡ് ഫീൽ സെയിം ആസ് ഇറ്റ്, അത് രണ്ടും യൂസ് ചെയ്യും. ഇപ്പോൾ വളരെ ക്ലോസ് ടു വരുമ്പോൾ അത് എടുത്ത് പൊന്തിക്കണമൊക്കെ ഒറിജിനൽ തന്നെയായിരിക്കും. പിന്നെ അതൊക്കെ നമ്മളുടെ ആർട്ടിസ്റ്റുമാരല്ലേ, അവർക്കൊക്കെ അറിയാൻ പറ്റും. ഇപ്പൊ എത്ര വെയിറ്റ് ഇല്ലാത്തതെന്ന് വെച്ചാലും നേരത്തെ വെയിറ്റ് ഉള്ളത് എങ്ങനെയാണ് അവർ ഹാൻഡിൽ ചെയ്തിരുന്നത് അതുപോലെ തന്നെയായിരിക്കും വെയിറ്റ് ഇല്ലാത്തതും അവർ യൂസ് ചെയ്യുക. അങ്ങനെ ഒരുപാട് ഇപ്പം ആ കിച്ചൺ, അതാണ് ഞങ്ങൾ ആർട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ആ കിച്ചൺ ശരിക്ക് നമ്മൾ എക്സ്റ്റീരിയർ ഷൂട്ട് ചെയ്തിട്ടുള്ള വീടുണ്ടല്ലോ, ആ വീട്ടിലെ കിച്ചൺ അല്ല, അത് ഞങ്ങൾ ആസ്പിൻ വാളിൻ്റെ അകത്ത് സെറ്റ് അടിച്ചുണ്ടാക്കിയ കിച്ചണാണ്. ആ കിച്ചൺ മാത്രം സെപ്പറേറ്റ്? കിച്ചൺ മാത്രമല്ല, ഏകദേശം അതിൻ്റെ ആ ബ്രൂട്ടൽ ആയിട്ടുള്ള നമ്മളുടെ ഒരു പ്രീ ക്ലൈമാക്സ് ഉണ്ടല്ലോ, അത് ഒക്കെ കൂടുതലും ഞങ്ങൾ ആസ്പിൻ്റെ അകത്ത് സെറ്റ് അടിച്ചത്. എന്താണെങ്കിൽ
നമുക്കൊരു റിയൽ ആയിട്ടുള്ള ഒരു വീട്ടിൽ ഷൂട്ട് ചെയ്യാനുള്ള കുറേ പരിമിതികളുണ്ട് ശരിക്കും പറഞ്ഞാൽ. എന്താണെങ്കിൽ വളരെ കോൺഷ്യസ് ആവണം, സ്പേസ് ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ ഒരു ഞങ്ങളുടെ DOPക്ക് വളരെ ഫ്രീ ആയിട്ട് നല്ല ഷോട്ടുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ട്രാക്ക് ഇടേണ്ടി വരും, അല്ലെങ്കിൽ ക്രെയിൻ യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പം ഇതിനൊന്നും നമ്മളിപ്പോൾ ഒരു വീട്ടിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത് സാധിക്കണ കാര്യമില്ല. നമ്മളൊരു സെറ്റാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു വാളെടുത്തിട്ട് എനിക്ക് മാറ്റി വെച്ച് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ റൂഫ് മോൾ ഭാഗം കട്ട് ചെയ്തിട്ട് അവിടെ നിന്നൊരു ഷോട്ട് വെക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റും. അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ മാർക്കോന്റെ നമുക്ക് പെർഫെക്ഷൻ ആവാനുള്ള കാരണം, ആൾക്കാർക്കൊരു ഇത് തോന്നാനുള്ള കാരണം. അത്തരം ഷോട്ടുകൾ അതിൽ ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. പിന്നെ അത് മാത്രമല്ല, ഒരു കാരണവശാലും എനിക്ക് ആ വീട് ആയിട്ട് മാറി ഇത് വേറൊരു സ്ഥലത്താന്നുള്ളത് കാണുന്ന പ്രേക്ഷകർക്ക് തോന്നാനും പാടില്ല. ഇതിപ്പോ പറയുമ്പോഴാണ് അപ്പൊ അത് കാരണം ഒക്കെ ഞങ്ങള് ആ വീട്ടിലത്തെ പല പോർഷൻസും നമ്മള് ഇവിടെ ആസ്പിന്റെ അകത്ത് വേറെ ചെയ്ത് അപ്പൊ പിന്നെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് അതുകൾ ഷൂട്ട് ചെയ്യാൻ പറ്റും. കൺജസ്റ്റഡ് അല്ലായിരുന്നു. ശരി, ജഗദീഷ് ചേട്ടന്റെ സീക്വൻസുകൾ അങ്ങനെ ഉണ്ടായിരുന്നോ? ജഗദീഷ് ചേട്ടന്റെ ആ ലാസ്റ്റ് ബ്ലാസ്റ്റും ആ മെക്കാനിസം അതും നമ്മള് ഇതിനകത്ത് തന്നെയാണ്, അവിടെ തന്നെ ചെയ്തത്. ആസ്പിൻ വാളിന്റെ അകത്ത് തന്നെയാണ് നമ്മള് ചെയ്തതാണ്. ശരിക്കും അതൊക്കെ ആയിരുന്നു എന്നെ സംബന്ധിച്ച് എനിക്ക് കൂടുതലായിട്ട് എൻ്റെ ആർട്ടിന്റെ സൈഡിൽ നിന്ന് എനിക്ക് കൂടുതലായിട്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് മാർക്കോയിൽ കൂടുതൽ സെറ്റുകൾ തന്നെയായിരുന്നു ശരിക്കും. കുഞ്ഞു കുഞ്ഞു സെറ്റുകൾ, ആ ചെറുതും വലുതുമായിട്ടുള്ളത്. ഇപ്പൊ ഈ കേജ് ഫൈറ്റ് പോലും ആ കിക്ക് ബോക്സിങ്ങും ഞങ്ങൾ അവിടെ തന്നെയാണ് ചെയ്തത്, സെറ്റ് ഇട്ടിട്ട്. ഇൻട്രോ ഫൈറ്റും അവിടെ തന്നെയാണ് ചെയ്തത്. അതൊക്കെ ഇപ്പൊ ചില ഏരിയ ഒക്കെ നമുക്ക് ഒരെണ്ണം കഴിഞ്ഞിട്ട് മാറ്റിയിട്ട് വേറെയും ചെയ്യേണ്ടി വരും, മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ ഉണ്ണിയുടെ റൂം റിയൽ സ്ഥലത്തും നമ്മൾ ഷൂട്ട് ചെയ്തു. നമ്മളത് വേറെ എക്സാക്റ്റ് അതിനെ റീക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെയും ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ കുറേ നമ്മൾ അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആർക്കും മനസ്സിലാവാൻ പാടില്ല. തീർച്ചയായിട്ടും നമ്മൾ അത്രയും മൈന്യൂട്ടായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിരുന്നു, വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു. ഇതിനകത്ത് ഒരു ഭയങ്കര ടൈം കൺസ്യൂമിങ് ഉണ്ടല്ലോ ശരിക്കും ഈ ഒരു പ്രോസസ്സ്. സെറ്റ് ഉണ്ടാക്കി നമ്മൾ റീബിൽഡ് ചെയ്തെടുക്കുക. അപ്പോൾ ശരിക്കും ആരിഫിക്കിനോട് അല്ലെങ്കിൽ ഷെരീഫിക്കിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു ഇത്, കാരണം ഒരു സ്ഥലത്ത് ഭയങ്കര കോർപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഡൈനാമിക് പ്രൊഡ്യൂസർ ഉണ്ട്, ഒരു സ്ഥലത്ത് ഒരു ഭയങ്കര കൺവിക്ഷൻ ഉള്ള ഡയറക്ടർ, ഇപ്പുറത്ത് അതിനേക്കാൾ കൺവിക്ഷൻ ഉള്ള ഒരു ഹീറോ. ഈ ടൈം കൺസ്യൂമിങ് ശരിക്കും എങ്ങനെയാ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു? അതിന് ഇപ്പോൾ മാർക്കോയിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള കുറേ അഡ്വാൻറ്റേജുകൾ അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ. എന്താണെങ്കിൽ പ്രൊഡ്യൂസറും ഹീറോ ഉണ്ണി മുകുന്ദനും, അതായത് ഷെരീഫ് ഭായും ഉണ്ണിയും ഫ്രം ദ ബിഗിനിങ് തൊട്ട് തന്നെ ഇതിൽ ഇൻവോൾവ് ആയിരുന്നു, ശരിക്കും ഇൻവോൾവ് ആയിരുന്നു. അവർ അങ്ങനത്തെ ഒരു ആക്ടറാണെന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറാണെന്നുള്ള രീതിയിലുള്ള ഒരു സെപ്പറേഷനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും കൂട്ടായിട്ടിരുന്ന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ ഒരു ചെയ്യുന്നത് അതിന് ഇത്ര രൂപ ബഡ്ജറ്റ് വരും എന്നുള്ളതൊക്കെ ഞാൻ ഷെരീഫ് ഭായിയോടും ഉണ്ണിയും പ്രൊഡ്യൂസറാണ്, അപ്പോൾ രണ്ടുപേരെയും ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായപ്പോൾ അത് നമ്മളോട് എഗ്രി ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആ ബഡ്ജറ്റിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. ഏറ്റവും എക്സ്പെൻസീവ് ഫാക്ടർ എന്താ ശരിക്കും ഉണ്ടാക്കിയത്? എക്സ്പെൻസീവ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എഴുപതിനാലത്തെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു. നമ്മളുടെ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട് ആ വീട്ടിൽ. നമ്മുടെ വില്ലന്റെ അദ്ദേഹത്തിന്റെ എൻട്രി ഉണ്ട്. അപ്പൊ അദ്ദേഹം ഗ്രാനൈഡ് എറിഞ്ഞിട്ട് ബ്ലാസ്റ്റ് ഉണ്ടല്ലോ, അതിനു വേണ്ടിയിട്ട് ഞങ്ങളൊരു ആ വീട്ടിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അറിയാലോ, അത് വളരെ പഴക്കമുള്ള വീടാണ്. അതുകൊണ്ട് അതവിടെ നമുക്ക് ചെയ്യാൻ പാടില്ല ഒരിക്കലും. അവർ അലോ ചെയ്യാനല്ല, നമ്മൾ ചെയ്യാൻ പാടില്ല ഒരിക്കലും. അപ്പോൾ അത് ഞങ്ങൾ പിന്നെ അത് മാത്രമല്ല, സാധാരണ നമ്മൾ കണ്ടിരുന്ന ഒരു 70 വീടല്ല നമ്മളതിൽ ചെയ്തിട്ടുള്ളത്. അതൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾ കുറേ വിൻഡോസ്, അതായത് ഫൈറ്റും ഗൺ ഷോട്ടിനൊക്കെ വേണ്ടിയിട്ട് കുറേ ചേഞ്ചസ് ഉണ്ടാക്കി, ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കി ഞങ്ങൾ. അതുപോലെ തന്നെ എന്താണെങ്കിൽ അത് നമ്മളുടെ സെറ്റാണ്. എന്നിട്ട് ആ വീടിനെ ഒരു നിലയ്ക്കും ഒരു ഡാമേജ് ഉണ്ടാവാത്ത രീതിയിലുള്ള ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് വീടിന്റെ ഫ്രണ്ടില് ഞങ്ങളൊരു ഏകദേശം ഒരു 15
ഫീറ്റ് എടുത്തിട്ട് ഒരു എക്സ്റ്റൻഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ സിനിമ കാണുമ്പോൾ അറിയാം അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ആ എക്സ്റ്റൻഷൻ നമ്മൾ ഉണ്ടാക്കിയതാണ്. അത് ഇപ്പോൾ ചിലർക്ക് അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് പിടുത്തം കിട്ടാത്ത രീതിയിൽ നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഞങ്ങൾക്ക് കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. എന്താണെങ്കിൽ എനിക്ക് വേറൊരു സ്ഥലത്ത് പോയിട്ട് ചെയ്യുന്ന മാതിരിയല്ല. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു എന്താണെങ്കിൽ ഇത്ര വലിയ ബ്ലാസ്റ്റ് നടന്നാലും ആ വീടുമേലേക്ക് അത് ടച്ച് ചെയ്യാൻ പാടില്ല. ഇന്നോട്ട് നമ്മൾ അതിനകത്ത് ഷൂട്ട് കിടക്കുമ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് എന്നുള്ളത് അറിയാനും പാടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലാണ് ഞങ്ങളത് ചെയ്തത്. അതിനൊരു എക്സ്പെൻസ്, കൂടുതൽ എക്സ്പെൻസ്. പിന്നെ മൊത്തത്തിൽ ഇതൊരു എക്സ്പെൻസ് കുറച്ച് കൂടുതലുള്ള സിനിമ തന്നെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ ക്ലൈമാക്സ് അത്യാവശ്യം നമ്മൾ അത് പിന്നെ ഞാനൊരു പ്രീ ക്ലൈമാക്സ് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഇത് ഇവിടെ കൊണ്ട് നിൽക്കുന്ന കാര്യമല്ല, ഗ്രാൻഡ് ആക്കണം എന്നുള്ളത് മൊത്തത്തിൽ ഒരു ടോക്ക്. ഓർഡറിൽ തന്നെ ഷൂട്ട് ചെയ്തപ്പോൾ അങ്ങനെ അത്ര ഓർഡർ ഉണ്ടായിരുന്നില്ല. അതായത് ഇപ്പം നമ്മൾ ഫസ്റ്റ് മൂന്നാറാണ് ഷൂട്ട് ചെയ്തത് അവിടെ. അതായത് നമ്മളുടെ ഇന്റർവെൽ ഫൈറ്റ് നമ്മൾ മൂന്നാറാണ് ഷൂട്ട് ചെയ്തത്. ഫസ്റ്റ് ഷെഡ്യൂൾ ഞങ്ങളുടെ പൂജയ്ക്ക് മൂന്നാറായിരുന്നു. അതിനുശേഷം പിന്നെ അങ്ങനെ ഏകദേശം നമ്മൾ അങ്ങനെ തന്നെയാണ്. ക്ലൈമാക്സ് ഏകദേശം കറക്റ്റ്. അതെ അങ്ങനെ ക്ലൈമാക്സ് നമ്മൾ ലാസ്റ്റ് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. അതിനാണ് അപ്പൊ കുറച്ചുകൂടെ ടൈം എടുത്ത് ഗ്രാൻഡ് ആക്കിയത്. അപ്പൊ അതിന് നമുക്കൊരു സമയം, നമ്മളൊരു സമയത്തിനെ കുറിച്ച് അപ്പൊ അതിനുള്ള കൃത്യമായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ഒരു ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോ നമ്മളുടെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട് സമന്തക്, അദ്ദേഹമാണ് അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് ആളാണ് നോക്കുക. അത് നമ്മൾ കൃത്യമായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്നൊരു പോർഷൻ ചെയ്യാൻ ഇത്ര സമയം വേണം, ഇന്നൊരു പോർഷൻ ചെയ്യാൻ ഇത്ര സമയം വേണം എന്നുള്ള രീതി. അപ്പം ഇതിൻ്റെ പിന്നെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ പ്രൊഡ്യൂസറാണ്. അതായത് ഷെരീഫ് മുഹമ്മദ് പ്രൊഡ്യൂസർ. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്, അദ്ദേഹം വളരെ യങ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്, ഭയങ്കര സ്റ്റൈലായിട്ടുള്ള ഒരു കക്ഷിയാണ്. ആൾക്ക് കൃത്യമായിട്ട് ധാരണയുണ്ടായിരുന്നു എങ്ങനെ ഈ സിനിമ വരണം എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോഴൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതായത് നമ്മളോട് എപ്പോഴും എത്ര എല്ലാവരും അറിയാലോ, ഇത്ര ഒരു സിനിമ ചെയ്യുമ്പോൾ വളരെ പ്രഷർ ഉണ്ടായിരിക്കും, സ്വാഭാവികമായിട്ടുണ്ടാവും. പക്ഷേ അതിനൊക്കെ വളരെ സോഫ്റ്റാക്കി വളരെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുള്ളൊരു സപ്പോർട്ടാണ് ശരിക്കും. വളരെ ചെറിയ കാര്യങ്ങൾ പോലും നമ്മളൊക്കെ ബാധിക്കും. എല്ലാവരും വളരെ സെൻസിറ്റീവ് വേണ്ടാന്ന് പറഞ്ഞ കോളില് ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ഡിമോട്ടിവേഷൻ ഉണ്ടായിരിക്കും. പക്ഷെ അദ്ദേഹം അതിനൊക്കെ നമ്മൾ ഇപ്പൊ വേണ്ട എന്ന് പറയുന്നിടത്ത് നമുക്കറിയാം അതായിരിക്കും എന്നുള്ളത്. പക്ഷെ എനിക്ക് ഭാഗ്യവശാൽ അങ്ങനെ വേണ്ട എന്നുള്ളത് അങ്ങനത്തെ ഒരു ഇത് ആളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ആള് ക്ലാരിറ്റി കൊടുക്കണം, കൃത്യമായിട്ട് ക്ലാരിറ്റി എന്തിനാണ് എന്നുള്ള രീതിയിൽ ആള് ചോദിക്കുക. അതും വളരെ സോഫ്റ്റ് ആയിട്ടൊക്കെ തന്നെയാണ് ആള് നമ്മളോട് പെരുമാറിയിട്ടുള്ളത്. അത് ആളങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ശരിക്കും. ഈ ഉണ്ണിമൂന്തൻ ആസ് എൻ ആക്ടർ, സ്റ്റാർ, ഒരുപാട് ഭയങ്കരമായൊരു നെക്സ്റ്റ് ലെവൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഈ സിനിമ. കാരണം അദ്ദേഹം നിന്നിരുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഇമേജിൽ നിന്ന് വീണ്ടും ആക്ഷൻ ഹീറോയിലേക്കുള്ള ഒരു ഭയങ്കര ചുവടുവെപ്പായിരുന്നു ഇത്. ശരിക്കും ഉണ്ണിയുടെ ഒരു പേഴ്സണൽ ഗ്രോത്ത് പോസ്റ്റ് റിലീസ് കഴിഞ്ഞിട്ട് എങ്ങനെയാ കാണണേ ഒരു സിനിമ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക്? ഞാൻ ശരിക്കും ഈ ഇതിൻ്റെ ഒരു ആർട്ട് ഡയറക്ടർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈനറിൽ നിന്നൊക്കെ വിട്ടിട്ട് ഞാൻ ഉണ്ണിയുടെ സിനിമകളൊക്കെ കാണാറുള്ള ആൾ തന്നെയാണ്. ഉണ്ണിയുടെ ഇപ്പം മാളികപ്പുറം എന്നുള്ള സിനിമകളിലെ ആ സിനിമ കൂടി തന്നെ ഉണ്ണി വേറൊരു ലെവലിലേക്ക് മാറിയിട്ടുണ്ട് ശരിക്കും. ഫാമിലി സ്റ്റാർ ഇതിപ്പോൾ വേറൊരു രീതിയിലുള്ള ഒരു സിനിമ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനൊരു ആക്ഷൻ ഇതിലേക്ക് ഉണ്ണി പോകുന്നതാണ് നല്ലത് എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. ആസ് എ ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ നിർബന്ധമൊന്നും പറയാൻ പാടില്ല കേട്ടോ. പക്ഷേ എനിക്ക് അത് എന്താണെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനത്തെ ഈ ആക്ഷനോടൊക്കെ ഭയങ്കര ഡെഡിക്കേഷനും അതിൻ്റെ ഒരു വേറെ രീതിയിലുള്ള അങ്ങനെയൊക്കെ ചെയ്യണം, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ഒരാൾ കൂടിയാണ്. ഇതിലിപ്പോ ഇഞ്ചുറീസ് അങ്ങനെയുള്ളതൊക്കെ സംഭവിച്ചായിരുന്നു അങ്ങനെ നമ്മളുടെ ഭാഗ്യം. സിനിമയില് ഇഞ്ചുറീസ് എപ്പോൾ വേണമെങ്കിലും, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ആക്ഷൻ സിനിമകളിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ
അത് കലൈ മാസ്റ്ററുടെ ഒരു കൊറിയോഗ്രാഫിയുടെ സ്റ്റൈലായിരിക്കാം, അല്ലെങ്കിൽ അത്രയും ഇതായിരിക്കാം. പിന്നെ അതുമല്ല ഇപ്പോൾ ഉണ്ണിക്കൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ഇതിൽ ഒന്നും സംഭവിച്ചില്ല. ഭാഗ്യമാണ്. അതായത് നമ്മളുടെ സമയം വരെ നമുക്ക് വെറുതെ കുറെ പോണ ഒരു ഇതാണ് ഇഞ്ചുറീസ്. ഞങ്ങളുടെ സിനിമയിൽ ഭാഗ്യം കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. വിളിച്ചിരുന്നോ ഉണ്ണി പേഴ്സണലി റിലീസൊക്കെ കഴിഞ്ഞിട്ട്? വിളിക്കാന് പറ്റിയിട്ടില്ല. മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, അതിന് മറുപടി ഇട്ടു. പിന്നെ ആള് തിരക്കല്ലേ, അപ്പൊ അത് കാരണം പിന്നെ ഞാൻ അങ്ങനെ വിളിക്കലുണ്ടായിട്ടില്ല. വിളിക്കല് പൊതുവെ കുറവാണ്. ഇപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ സെറ്റിലൊക്കെ പിന്നെ എന്നും സംസാരിക്കുന്ന ആൾക്കാരാണ്. അതിനുശേഷം വിളിക്കാറുണ്ട് ആവശ്യങ്ങൾക്ക്. പിന്നെ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നമ്മളിപ്പോൾ എന്നും ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ മാറുന്നത് കാണുന്നതാണ്. അപ്പം മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, അപ്പം അതിനുള്ള മറുപടി കിട്ടി. അങ്ങനെ ഈ അനീഫ് അതിനെ ആസ് എ പ്രൊഡ്യൂസർ അല്ല ആസ് എ ഡയറക്ടർ നമ്മളോട് പറഞ്ഞു. ലാലേട്ടൻ ആസ് എ ഡയറക്ടർ എങ്ങനെയായിരുന്നു ബറോസില്? ശരിക്കും അദ്ദേഹം തന്നൊരു ബ്രീഫും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് മീറ്റിംഗ് തൊട്ട്? ഉറപ്പായിട്ടും ലാലേട്ടനൊക്കെ ശരിക്കും ഒരു ഗംഭീര ഡയറക്ടർ തന്നെയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ക്രൂ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പിന്നെ എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ ഉള്ള മീറ്റിങ്ങുകളിൽ ആളെന്ത് പറയുന്നു, ആളെന്ത് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിരിക്കുക എന്നുള്ള പരിപാടിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, നമ്മളൊക്കെ കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിനെ സിനിമയിൽ മാത്രം കാണുന്ന ആളാണ്. അത് കഴിഞ്ഞ് പിന്നെ ആള് ഇതൊക്കെ കഴിഞ്ഞ് ഡയറക്ഷൻ സൈഡിലേക്ക് വന്നപ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശയം തന്നെയായിരുന്നു. ശരിക്കും എന്താണ് ആളുടെ പരിപാടി. അതായത് ഇപ്പോൾ ക്രൂവിൻ്റെ അകത്ത് തന്നെ ശരിക്കും സംസാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഷോട്ടുകളൊക്കെയാണ് ആൾ പ്ലാൻ ചെയ്തിരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ ഭാഗത്തുള്ള ഇത് ആർട്ടിൻ്റെ ഭാഗത്ത് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും കൃത്യമായിട്ടുള്ള ധാരണയിലാണ് നമ്മൾ സംസാരിച്ചത്. ഇപ്പം ഞങ്ങൾ ഓരോ സെറ്റുകളും അത് കുറച്ച് വലിയ ബിഗ് ബഡ്ജറ്റ് മൂവിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് 3D ഞങ്ങളുടെ പ്രീ പ്രൊഡക്ഷൻ സമയത്തൊക്കെ ഞങ്ങൾക്കൊരു 3D ആർട്ടിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ശരിക്കും. അപ്പോൾ എല്ലാ സെറ്റുകളും ഞങ്ങൾ ഒരു 3Dയിലുള്ള ഒരു 360 പെർസ്പെക്റ്റീവിൽ ശരിക്കും ഞങ്ങൾക്ക് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള കറക്ഷൻസും അതിൻ്റെ എങ്ങനെയായിരിക്കും ഇങ്ങനൊരു ഷോട്ട് വയ്ക്കുമ്പോൾ ഇത് ആവില്ല, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ ആൾക്ക് ആദ്യമേ തൊട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കറക്ഷൻ ചെയ്തിട്ടാണ് നമ്മൾ സെറ്റുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ആ സെല്ലാറൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും. ഇപ്പോൾ ആ പോസ്റ്റ് മാർക്കോ റിലീസ് കഴിഞ്ഞിട്ട് ഓഫറുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ? എൻക്വയറീസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ? എങ്ങനെയാണ്? ഞാനിപ്പോൾ മാർക്കോൻ്റെ റിലീസിന് മുമ്പ് തന്നെ ഞാൻ 2-3 സിനിമകൾ പറഞ്ഞ് നമ്മൾ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഒരെണ്ണം ഹനീഫനെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ അവിടെ പിന്നെ വേറെ കൺഫ്യൂഷൻസ് ഒന്നുമില്ല, നേരെ അങ്ങോട്ട് പോകാന്നുള്ളത്. പിന്നെ അതിനു മുമ്പ് ഇപ്പോൾ ഞാനിപ്പോൾ നെക്സ്റ്റ് ഇനി ചെയ്യാൻ പോകുന്ന സിനിമ മാർട്ടിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയ ഡയറക്ടറുടെ ഒരു സിനിമയാണ്. അത് ജിത്തു ജോസഫ് സാറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ. അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു മാർട്ടിൻ. അതാണ് ഇപ്പോൾ അതിൻ്റെ റെക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ്. പിന്നെ വേറെ 1-2 പ്രോജക്റ്റുകളുണ്ട്. അതൊക്കെ ഞങ്ങൾ ഒന്ന് ഫൈനലായതിനു ശേഷം ആണ്. അതായത് പറഞ്ഞ പോലെ മാർക്കോ ഒരു വലിയ വിജയം തന്നെയാണ് കരിയറിൽ. ഭയങ്കര വീണ്ടും ഒരു തുടക്കം എന്നൊക്കെ പറയും സിനിമയിൽ. അപ്പോൾ മുന്നോട്ടുള്ള യാത്രയും അതുപോലെ തന്നെ ഗംഭീര വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈമിങ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ താങ്ക് യു.